ഓരോന്നോരോന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കൊടുക്കാൻ അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണല്ലോ, പിന്നെ എന്താ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറയാണ് നിങ്ങൾ ചിലപ്പോൾ തരാതെ പോയി കഴിഞ്ഞാൽ ഇതാവും, അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം പറഞ്ഞു. അപ്പം 10 ലക്ഷം ഓൾറെഡി ക്യാഷ് ആയിട്ട് പോകുകയും ചെയ്തു. ബാക്കി 15 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇളബിൽക്ക് ആകെ അയക്കാനുള്ള മാർഗ്ഗം അക്കൗണ്ടാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു എടപ്പാൾ ആരെങ്കിലും ഉണ്ടോ നോക്ക്. അങ്ങനെ ഞാൻ എടപ്പാൾ ഒരു ജ്വല്ലറി ഇനോഗ്രേഷന് പോയിരുന്നു. സുമേഷ് ഖാൻ്റെ ജ്വല്ലറി ഇനോഗ്രേഷന് ഞാൻ പോയിരുന്നു. അത് 1-2 വർഷം മുമ്പാണ് ഞാൻ പോണത്. അങ്ങനെ ആ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച എൻ്റെ സുഹൃത്താണ് സവാദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അതായത് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച ആളാണ്, എനിക്ക് ഓൾറെഡി അറിയുന്ന ആളാണ്. 2-3 ഫ്രണ്ട് സർക്കിൾ ത്രൂ എനിക്ക് അറിയുന്ന ആളാണ്. അല്ലാതെ ഞങ്ങൾ ഒരുപാട് തിക്ക് ഫ്രണ്ട്സ് അല്ല, പക്ഷേ ഞാൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. എന്നെ കാണുമ്പോൾ ഒരു സലാം പറയണേ, ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് സവാദ് എന്ന വ്യക്തി. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആകെ എടപ്പാളിലുള്ള ഒരു കോൺടാക്റ്റ് സവാദ് എന്നുള്ള കോൺടാക്റ്റ് അത് വന്നിരിക്കുന്നത് ഈ ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു ഉദ്ഘാടനത്തിന് പോയ സ്ഥലത്ത് ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പം അഭിനേതാവിൻ്റെ മാനേജർ തപ്പിയിട്ട് അക്കൗണ്ട് കിട്ടണില്ല. ഇന്നെക്കാട്ടിലും ഹോൾഡ് ഉള്ളവരാണ് ഇവരൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, ഈ അഭിനേതാവിൻ്റെ മാനേജർ